ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ടീസർ കാത്തിരുന്ന് കൃത്യം 7 മണിക്ക് എത്തിയപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്, ഒന്ന് പരിഗണിച്ചേക്കണം. അങ്ങനെ കാത്തിരുന്ന് എത്തിയപ്പോൾ ഈ ഒരു ടീസർ കാണുമ്പോൾ ഇതൊരു ടീസറാണോ അതോ ടീസ് ചെയ്യാൻ ഇറക്കിയതാണോ എന്നുള്ളതാണ്. കട്ട നിരാശ എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഡൊമിനിക്കിൻ്റെ ടീസർ ശരിക്കും നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതുവരെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു സിനിമയുടെ ടീസറോ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയായിരുന്നു. സിനിമയാണെങ്കിലും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള സിനിമകൾ. ചിലപ്പോൾ ചില സിനിമകളെ വേണ്ട രീതിയിൽ തിയേറ്ററിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. അതായത് പറഞ്ഞു വരുന്നത് നമുക്ക് റോഷാക്കിനെ കുറിച്ച് തന്നെയാണ്. ഒരു പക്ഷേ ഒരു വേറെ തലത്തിലേക്ക് എത്തേണ്ട സിനിമ തന്നെയാണ്. അന്ന് വലിയ വിജയമാണെങ്കിൽ പോലും അതിന് അർഹിക്കുന്ന വിജയമല്ല നേടാൻ കഴിഞ്ഞത്. ഇവിടെ ഈ ഒരു സിനിമയുടെ ടീസർ കാണുമ്പോൾ ഇത് വെറുതെ ഒരു സിനിമയുടെ ആരോ ഒരാൾ വീഡിയോ എടുത്ത പോലെ അത്രയോ, അല്ലെങ്കിൽ ഒരു ലീക്ഡ് വീഡിയോ പോലെയുള്ള ഒരു സംഭവം മാത്രം. പ്രത്യേകിച്ച് യാതൊന്നുമില്ല അതിനകത്തിൽ തന്നെ. ആ ഒരു ഇടി സീൻ പോലെയുള്ള കാര്യങ്ങൾ മമ്മൂട്ടിയും ഗോകുൽ സുരേഷും കൂടെ പറയുന്നു. അത് ഒന്നും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നാത്ത ലെവലിലുള്ള, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒട്ടും തൃപ്തിയാവാത്ത ഒരു സംഭവം. ഇത് മമ്മൂട്ടി കമ്പനി തന്നെയാണോ പുറത്ത് വിടുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇതുവരെ കണ്ടതുപോലെയല്ല. പിന്നെ ഗൗതം വാസുദേവമേനോൻ, നമ്മൾ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയാണ്. മമ്മൂട്ടി കമ്പനിയും ഗൗതം വാസുദേവമേനോനും ഒരുമിക്കുമ്പോൾ മികച്ച സിനിമ പ്രതീക്ഷിക്കുമെങ്കിൽ ഇത് ഒരു ബിലോ ആവറേജ് ലെവലിലുള്ള ടീസർ എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ആരാധകർക്ക് വിഷമം തോന്നണ്ട. നിങ്ങൾക്ക് തോന്നിയത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. ഇവിടെ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിലൂടെ പറഞ്ഞു വരുന്നത്. ബിലോ ആവറേജ്. ഇതുവരെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഇത്ര മോശം അല്ലെങ്കിൽ ഇത്ര ലോ ആയിട്ടുള്ള ഒരു ടീസറോ ഒരു സംഭവവും ഒരു സിനിമയുടെ പ്രൊമോഷനിലും കണ്ടിട്ടില്ല. ഇത് ആരോ ഒരാൾ വീഡിയോ പിടിച്ചിട്ടിട്ടേക്കുന്ന പോലെ ഒന്നും തന്നെ തോന്നുന്നില്ല. ജോണർ ഏകദേശം ഒരു കോമഡി സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് തോന്നി. അവിടെ കോമഡിയും തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർത്തും നിരാശ തന്നെയാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോഴും നിരാശ തന്നെയാണ്. കാരണം ഇന്നലെ വൈകുന്നേരം ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് മുതൽ ഈ സമയം വരെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉള്ള പ്രതീക്ഷ ഒരു 10-25,000 പേരെങ്കിലും ഇത് കാണണം എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന മമ്മൂട്ടി കമ്പനിയിൽ നിന്നുള്ളതാവുമ്പോൾ നല്ലതായിരിക്കും എന്നുള്ളതാണ്. സത്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെ പോകുമ്പോൾ വലിയ രീതിയിലുള്ള നിരാശ തന്നെയാണ് ഇത് കാണുമ്പോൾ തോന്നിയത്. ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് പോലോ ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണ പോലുമില്ല. 2 പ്രാവശ്യം പ്ലേ ചെയ്തു, ഇനി അങ്ങനെ പ്ലേ ചെയ്യാൻ തോന്നുന്നുമില്ല. ഒരു നാച്ചുറാലിറ്റി ഇല്ലാത്ത ലെവലിലുള്ള ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്കറിയാം. വളരെ ലോ ബഡ്ജറ്റിലാണ് വരുന്നത്. എറണാകുളം സമീപ ഏരിയകളിൽ മാത്രം ചിത്രീകരിച്ച ചെറിയ ബഡ്ജറ്റിൽ, അതായത് ഒരു മമ്മൂട്ടി സിനിമയിലേക്ക് വരാവുന്നതിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരുന്നതാണെന്നറിയാം. പക്ഷേ ലോ ബഡ്ജറ്റും സിനിമയുടെ ക്വാളിറ്റിയും നമ്മൾ കമ്പയർ ചെയ്യാറില്ല. കാരണം കോസ്റ്റ് കുറയ്ക്കാൻ പ്രൊഡ്യൂസർ നല്ല ലെവലിൽ നോക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ ടീസർ കാണുമ്പോൾ ഒന്നും തന്നെ തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും വലിയ നിരാശ എനിക്കുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്കൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ അത് ചെയ്യണ്ട. കാരണം ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് പറയുന്നത് അത്ര നിരാശയോടുകൂടി. താങ്ക് യു ബ്രോസ്.